എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് ഒരു അടിപൊളി ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയ ലെനോവോന്റെ ലീജിയൻ സീരീസിലുള്ള ലീജിയൻ 5 ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലെനോവോന്റെ ഗെയിമിംഗ് വേർഷൻ എന്ന് പറയുന്നത് ലീജിയൻ സീരീസിലാണ് വരുന്നത്. ലീജിയൻ 5 Ryzen 7 മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ മോഡൽ ഇവിടെ ഉണ്ട്. അടിപൊളി ഒരു സ്റ്റൈലിഷ് വൈറ്റ് മോഡലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചാർജറിലേക്ക് തുടങ്ങാം. ഇതാണ് അതിന് ചാർജർ എന്ന് പറയുന്നത്. 300 വാട്ട് ചാർജറാണ് വരുന്നത്. ഇതിന്റെ സൈസ് കണ്ടില്ലേ, എന്താ വലിയ സൈസ്, ഒരു ബ്രിക്കിന്റെ സൈസ് തന്നെ വരുന്നുണ്ട്. എന്റെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര വലിയൊരു സൈസ്. ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ചാർജർ വരുന്നത്. പിന്നെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇതിനെക്കാട്ടും വലിയൊരു ചാർജർ ഞാൻ ഉണ്ട്. അത് ഡെൽ G15 അതിന്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. വലുത് എന്ന് പറയുന്നത് ഒന്നുകൂടി സൈസ് കൂട്ടിയിട്ടുള്ള മോഡലാണ്. അപ്പൊ വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കാണണം. പിന്നെ ഇതിന്റെ കോൺഫിഗറേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ Ryzen 7 ആണ്. ഓൾസോ വിൻഡോസ് 11 ആണ് വരുന്നത്. 16GB RAM, 512 SSD, 6GB ഗ്രാഫിക് കാർഡ് ആണ് വരുന്നത്. NVIDIA GeForce 6GB RTX 3050 ആണ് മോഡൽ വരുന്നത്. പിന്നെ ഇതിന്റെ പ്രൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 1,16,500 വരുന്നുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങാൻ പറ്റും. ഇത് ഈ പറയുന്നത് ഇപ്പോഴത്തെ പ്രൈസ് ആണ്. നിങ്ങൾ ചെക്ക് ചെയ്യുന്നതനുസരിച്ച് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ബോഡീന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടോപ്പില് ഫ്രണ്ട് പോർഷനിൽ ഇവിടെ ലീജിയൻ ബ്രാൻഡിങ് കാണാൻ പറ്റും. ലീജിയൻ ബ്രാൻഡിങ്, ലെനോവോന്റെ ബ്രാൻഡിങ് കാണാൻ പറ്റുന്നുണ്ട്. പ്ലാസ്റ്റിക് ബിൽഡ് ആണ് വരുന്നത്. പക്ഷെ ഇതൊരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട്. നല്ലൊരു അടിപൊളി ഒരു സ്റ്റൈലിഷ് മോഡലാണ്. വൈറ്റ് കളറാണ് വരുന്നത്. ഡസ്റ്റ് ഒക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണ ആ ഒരു വൈറ്റ് കളർ അല്ല, ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ്. ഡസ്റ്റ് ഒക്കെ പെട്ടെന്ന് ആവുന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ല. ഇതേമാതിരി സെയിം വേറൊരു മോഡലിൽ കാണാൻ നിങ്ങൾക്ക് ഡെല്ലിന്റെ G15 51515 കാണാൻ പറ്റും. അതും ഇതേപോലെ സെയിം മോഡൽ തന്നെ വരുന്നത്. അതും ഇതേപോലെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കാണ്. വൈറ്റ് ലാപ്ടോപ്പ് നല്ലൊരു പ്രീമിയം സ്റ്റൈലിഷ് ലുക്കാണ് അല്ലെ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണം. പിന്നെ ഇതിന്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മെഷ് കാണാൻ പറ്റും. ഇത് ഇൻടേക്ക് ആണ് വരുന്നത്. പിന്നെ ഔട്ട്ലെറ്റ് 4 ഭാഗത്ത് കാണാൻ പറ്റും. രണ്ടും ബാക്ക് സൈഡില്, പിന്നെ രണ്ട് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പൊ തെർമലിന്റെ കാര്യം പറയുകയാണെങ്കിൽ തെർമലിന്റെ തീരെ ഇഷ്യൂ വരുന്നില്ല. വലിയ ഇതില് പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് 3D സോഫ്റ്റ്വെയർ ഒക്കെ റെൻഡർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. 2-3 സോഫ്റ്റ്വെയർ റെൻഡർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതില് ലൂമിയോൺ 3D മാക്സ്, സ്കെച്ചപ്പ്, ഓട്ടോക്യാഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് തെർമലിന്റെ ഒരു ഇഷ്യൂ രീതിയിൽ വന്നിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ലൂമിയോൺ 10 ആണ് വേർഷൻ യൂസ് ചെയ്യുന്നത്. അതില് 100 കമ്പ്യൂട്ടർ സ്പീഡ് തന്നെ കാണുന്നുണ്ട്. ഞാൻ ലൂമിയോൺ ഒന്ന് വർക്ക് ചെയ്ത് നിങ്ങൾ ഈ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ലാഗ് എന്ന് പറഞ്ഞ ഒരു സാധനം വന്നിട്ടില്ല. പിന്നെ തെർമൽ ഇഷ്യൂവും ഇതുവരെ എഫക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതിന്റെ ഫ്ലെക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടോപ്പ് ഫ്ലെക്സ് വലിയ രീതിയിലില്ല. പക്ഷെ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എനിക്ക് കുറച്ച് ഫ്ലെക്സ് രീതിയിൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ലാപ്ടോപ്പിന്റെ വെയിറ്റ് ആണെങ്കിൽ 2.24 kg ആണ് വരുന്നത്. ചാർജർ ഉണ്ടാവുമ്പോ 3.5 ഉള്ള രീതിയിലായി മാറും. ചാർജർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ലൊരു ബ്രിക്ക് സൈസ് ആണ് വരുന്നത്. പിന്നെ ലിഡ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ലിഡ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഹാൻഡ് ഓപ്പൺ ആണ് വരുന്നത്. അത് മാത്രമല്ല ഇതിന്റെ ലിഡ് എനിക്ക് 180 ഡിഗ്രിയിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ഷോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഷോ ഓഫും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ എനിക്ക് ഇവിടെ 180 ഡിഗ്രിയിൽ എനിക്ക് കാണിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഇഞ്ചസ് ഒക്കെ നല്ല സോളിഡ് ആയിട്ടുള്ള ഇഞ്ചസ് ആണ് വരുന്നത്. നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി തന്നെ ലെനോവോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേന്റെ കാര്യം പറയുകയാണെങ്കിൽ 15.6 ഇഞ്ച് IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ 165 Hz റിഫ്രഷ് റേറ്റ് കാണാൻ പറ്റും. ഗെയിം കളിക്കുമ്പോഴൊക്കെ നല്ല അടിപൊളി പെർഫോമൻസ് തന്നെ നമുക്ക് കിട്ടാവുന്നതാണ്. 300 nits ബ്രൈറ്റ്നസ്, 100% RGB ഡോൾബി വിഷൻ ആണ് വരുന്നത്. വെബ് ക്യാം നിങ്ങൾക്ക് കാണാൻ പറ്റും. വെബ് ക്യാം 720 വെബ് ക്യാം ആണ് വരുന്നത്. വെബ് ക്യാം ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ നല്ല നെട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. അപ്പൊ വെബ് ക്യാമിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ലീജിയൻ നല്ല രീതിയിലുള്ള ക്വാളിറ്റി തന്നെ അവർ തന്നിട്ടുണ്ട്. ഈ കോൺഫറൻസ് കോളിലൊക്കെ ഈ വെബ് ക്യാം ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നമുക്കുള്ള ഒരു ഔട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. കീബോർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുൾ സൈസ് കീബോർഡ് ആണ് വരുന്നത്. നൺപാഡ് ഇതിൽ അവൈലബിൾ ആണ്. നൺപാഡ് ഇല്ലാത്ത സിസ്റ്റം കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ എനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആണ്. നമുക്ക് ഈസി ആയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നൺപാഡ് എന്തായാലും മസ്റ്റ് ആണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമന്റിൽ എന്തായാലും പറയണം. പിന്നെ ഇതിന്റെ കീസ് ഒക്കെ വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള കീസ് ആണ്. പിന്നെ ഇതിന്റെ ആരോ സൈസ് കുറച്ച് വലുത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നാവിഗേഷൻ പാനലൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഇതിന്റെ കളേഴ്സ് പറയുകയാണെങ്കിൽ warzone RGB സപ്പോർട്ട് ആണ് വരുന്നത്.
പിന്നെ കൺട്രോളിങ് FN+ സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ FN+Q ഉപയോഗിച്ചാൽ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. മോഡ് എന്ന് പറയുന്നത് ഒന്ന് ക്വയറ്റ്, ഓട്ടോ, പെർഫോമൻസ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിന്റെ അപ്ഗ്രേഡ്സ് പറയുകയാണെങ്കിൽ നമുക്ക് 32 GB വരെ ഇതിന്റെ റാം എക്സ്പെൻഡ് ചെയ്യാൻ പറ്റും. കണക്ടിവിറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി ആണ് അവർ കൊടുത്തിട്ടുള്ളത്. Wi-Fi 6 Bluetooth 5 ആണ് വരുന്നത്. ഈ ലാപ്ടോപ്പിൽ ഏറ്റവും പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പോർട്ടും ഇതിൽ ബാക്ക് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വയറിന്റെ ഒരു ഡിസ്മാനേജ്മെന്റ് അവിടെ വരുന്നിട്ടില്ല. നമുക്ക് ടേബിളിന്റെ സ്പേസ് കൺസ്യൂപ്ഷനും നമുക്ക് ഒന്ന് കൂടി കുറയ്ക്കാൻ പറ്റും. ബാക്കിൽ തന്നെ വരുന്നുണ്ട്. ചാർജിംഗ് പോയിന്റും USB പോർട്ടൊക്കെ ബാക്കിൽ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഡെസ്കിന്റെ വയർ സെറ്റപ്പ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എയർ എക്സോസ്റ്റ് കാണാൻ പറ്റും. പിന്നെ 3.2 Gen 2 Type-C ആണ് വരുന്നത്. ഒരു 3.5 ഓഡിയോ ജാക്ക് കോംബോ കാണാൻ പറ്റും. സൈഡിൽ കാണാൻ പറ്റും ക്യാമറ കണക്ട് ആൻഡ് ഡിസ്കണക്ട് ബട്ടൺ. അത് ഒരു വെറൈറ്റി ഒരു കോൺസെപ്റ്റ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. അധികം ലാപ്ടോപ്പിൽ പണ്ടത്തെ ലാപ്ടോപ്പിലൊക്കെ ഞാൻ അധികം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പത്തിൽ കുറവാണ്. എന്നാലും നല്ലൊരു ഓപ്ഷൻ ആണ് വരുന്നത്. ക്യാമറ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാനും ഓൺ ചെയ്യാനുള്ളത്. പ്രൈവസി അത്ര നഷ്ടപ്പെട്ടു പോകുന്നില്ല. പിന്നെ USB 3.2 Gen Type-A പോർട്ട് കാണാൻ പറ്റും. എയർ എക്സോസ്റ്റ് കാണാൻ പറ്റും. പിന്നെ ബാക്ക് സൈഡിലാണ് എതർനെറ്റ് പോർട്ട്, Type-C പോർട്ട് കാണാൻ പറ്റും. 3 USB 3.2 Gen Type-A പോർട്ട് കാണാൻ പറ്റും. HDMI പോർട്ട്, ചാർജിംഗ് പവർ യൂണിറ്റ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ലെനോവന്റെ വാൻടേക്ക് സോഫ്റ്റ്വെയർ കാണാൻ പറ്റും. അതിൽ നമുക്ക് മോഡ് ചൂസ് ചെയ്യാൻ പറ്റും, ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു PCനെ നമുക്ക് ഏത് മോഡലാണോ വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഗെയിമിംഗ് ആണോ, വർക്ക് പ്ലസ് ഗെയിമിംഗ് ആണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് മോഡലാണോ നമുക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മോഡൽ നമുക്ക് ആക്കാൻ പറ്റും. ഇതില് നോർമൽ യൂസിലാണെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് മോഡിലാണ് ഇടുക. ഹൈബ്രിഡ് മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ യൂസിൽ ഇടുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഒന്നുകൂടി നമുക്ക് ഒന്നുകൂടി സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ബെസ്റ്റ് ഒരു 3D റെൻഡറിങ്ങോ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഗെയിമിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടെർബോ മോഡിലാണ് ഇടുക. പിന്നെ ഇതിന്റെ ബാറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ 80 വാട്ട് ബാറ്ററിയാണ് വരുന്നത്. 4 സെല്ലുണ്ട്. അതിൽ തന്നെ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ആ 4 കൊണ്ട് ഫുൾ ചാർജിങ് ആവും. നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ഒരു 4 അവർ കിട്ടും. ഗെയിമിംഗ് എഡിറ്റിംഗ് പർപ്പസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾക്കറിയാം ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ്, അപ്പോൾ അതിന്റേതായിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് എന്തായാലും കുറഞ്ഞിരിക്കും. പിന്നെ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത് അടിപൊളി പെർഫോമൻസ് തന്നെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കണം നിങ്ങളെ ഒരു എക്സ്പെക്ടേഷൻ ഈ ലാപ്ടോപ്പിൽ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം. എനിക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ അഭിപ്രായം പറയണം. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഇടാൻ നമുക്ക് മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ ഇതുവരെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ താങ്ക് യു.